നടക്കാൻ വയ്യായിട്ടാ? നടക്കാൻ വയ്യായിട്ടാണ്. എന്താണ് കാലിനെന്താ? കാലിനെന്താ കൽപ്പക ഉണ്ടായിട്ടേ അതിന് ഉണ്ടാക്കാം. എനിക്ക് തലക്ക് വട്ടമൊന്നുമില്ല. ഈ 10 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാന്, അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്ററും. നിങ്ങളതൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് ഇസ്മായിലേ, സിയാബ് നടന്നേ പിന്നെ ഇപ്പോൾ പച്ചസാളും പിന്നെ ഒരു ഔല്യൊക്കെയാണ്. എവിടെയെന്നറിയോ? കർണാടക, ആന്ധ്ര, ഭാഷ അറിയാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, മലയാളികളില്ലാത്ത സ്ഥലമല്ലടാ. കേരളത്തിൽ നടക്കൂല. ഈ മലയാളികളില്ലാത്ത സ്ഥലത്ത് കൂടെ ഒക്കെ എത്ര വീഡിയോ അറിയോ? കയ്യ് മുത്തണ്, കാല് മുത്തണ്. അതിലെ എന്ത് നടക്കണേ? ആ മുന്നിൽ നടക്കണ ആ ചേച്ചി നോക്കാൻ നടക്കണേ. അത്ര സ്പീഡും കൂടി എനക്കില്ലല്ലോ. ആ ചേച്ചി ബസ് പോകും, അതിനോട് അത്ര. ഏകദേശം 4 മണിയായിട്ടോ. ആ 4 മണി ടൈമില് എസ്റ്റേറ്റിൽ നിന്ന് ഈ തേയില ചപ്പൊക്കെ എടുത്തിട്ട് പണി കഴിഞ്ഞ് പോണ ആളുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളേ വിതിർക്കാടുക്ക് നടന്നു പോവാണ്. ഇസ്മായിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു ഒറ്റ വണ്ടിയിൽ കയറാൻ പാടില്ല, നടന്നിന്റെ ഒപ്പം വരണെന്ന്. നിങ്ങളുണ്ടോ? എനിക്ക് തലക്ക് വട്ടമൊന്നുമില്ല. ഈ 10 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാന്, അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്ററും. നിങ്ങളതൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് ഓട്ടോ വെച്ചിട്ട് മറ്റുള്ളവരെ ചാമ്പിക്കണേ. നിങ്ങൾ ഓട്ടോക്ക് കയറിയ പൈസ കൊടുക്കണ്ടേ? അപ്പൊ നടക്കുകയാണ്. അതൊന്നുമല്ല, ഞങ്ങള് പൈസ കൊടുക്കാനൊന്നുമല്ല. ഞങ്ങള് ഓനോടൊരു വാസിയാണ്. ഓനത്ത് ഞാൻ പറഞ്ഞിക്കണേ നടന്നിട്ടുള്ളു പോകട്ടെ. ഞാൻ നടന്നിക്കണേ, ഓനിന്റെ ഒപ്പം നടത്തിക്കൊണ്ടു. എവിടെ ഇരിക്കാൻ പറ്റൂല. ബിതിർക്കാടാണോ വണ്ടിയുടെ ചോലാടിയാണോ? ബിതിർക്കാടിലാണ് ഓന്റെ വണ്ടിയിൽ. ഇത് ആ വണ്ടി എടുക്കാൻ പോകണം. ഞങ്ങൾ നടന്ന് പോയിട്ട് വരാട്ടോ. നിങ്ങളില്ലല്ലോ? ഞാനും ഇസ്മായിലും പോയിട്ട് വരാട്ടോ. ഓട്ടെന്നാ. നിങ്ങളില്ലല്ലോ? നിങ്ങൾ വരികയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരും. നടന്നിട്ട് വരണം, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും. നല്ല അടിപൊളി കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി അല്ല, നിങ്ങൾക്ക് വേറെ എന്ത് വേണോ അത് വേണമെങ്കിലും വാങ്ങിത്തരും. ഒന്നും വേണ്ടല്ലോ. നടക്കാൻ വയ്യായിട്ടാ? നടക്കാൻ വയ്യായിട്ടാണ്. എന്താണ് കാലിനെന്താ? കാലിനെന്താ കൽപ്പക ഉണ്ടായിട്ടേ അതിന് ഉണ്ടാക്കാം. അപ്പൊ വക്രാക്കാക്ക് നടക്കാൻ വയ്യ. അപ്പൊ ഞാൻ ഇസ്മായിൽ നടക്കാൻ, ഇസ്മായിലിന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നടന്നിട്ട് വരട്ടെ വക്രാക്ക. ആ മയില് ശരിക്ക് കയ്യും കാലൊക്കെ വേദന ആയിട്ട് നടത്തിയിട്ട് വേദന. നമുക്ക് കാണാലോ. ആ നമുക്ക് കാണാം. ഇസ്മായിലേ, ഇജിപ്പോ ഈ നടത്ത പകലാട്ട നടക്കണത്. ഈ ഇപ്പൊ നമ്മൾ നടന്നു പോണ സ്ഥലം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നിരുന്ന, മെഡിക്കൽ കോളേജിൽ കടന്നിരുന്ന ടൈമിലേ രാത്രി 2 മണിക്ക് ഈ ആനന്റെ കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു വന്നിട്ടുണ്ട്. സംഭവം എങ്ങനെ അറിയോ? വണ്ടി വിളിച്ചു. കുറെ 2-3 വണ്ടിക്കാരെ വിളിച്ചു. വണ്ടിക്കാരെ വിളിച്ചിട്ട് വരാൻ പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, വാവച്ച അവിടെ എന്തേലൊക്കെ കാട്ടുകാരണം 2 കൽപ്പിച്ചിട്ട് ഇപ്പൊ നമ്മൾ നടന്നു പോകണ്ടല്ലോ, അവിടുന്ന് പാക്കണ വരെ നടന്നാണ് രാത്രി 2 മണിക്ക്. അതിനും മേലൊന്നുമില്ലല്ലോ ഈ പകലടക്കാന്. അങ്ങോട്ട് പോര്. ഒരു രക്ഷയില്ല. ഓനെ കയറ്റണം നിങ്ങൾ ഒരു വിചാരിക്കണം. നടത്തിയാണ് കൊണ്ടുപോകണം ബദിർക്കാട്ടിക്ക്. അങ്ങനെ വെല്ലു വിളിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട് വണ്ടിയിൽ കയറുന്നില്ല. ബദിർക്കാടക്ക് വേണ്ട, കേറ്റൂല വേണ്ട. നിങ്ങൾ പൊയ്ക്കോളി വേണ്ടാന്ന്. എന്നാ കേറണ്ട, കേറണ്ടേ ഇവിടെ. നിങ്ങൾ പൊയ്ക്കോളി, ഞങ്ങൾ നടന്ന് വരാനുള്ള പ്ലാനാണ്. നടത്തി കൊണ്ടുപോകാനാണ്. ഇങ്ങോട്ട് വണ്ടി ഉണ്ട്, അവിടേക്ക് നടത്തിയിട്ട് 10 കിലോമീറ്റർ നടന്നിട്ടാണ് പോകും. നിങ്ങൾ വിട്ടോളി. അപ്പേ ഈ കാറുകാരെ നിർത്തിയിട്ട് കേറിക്കോളി എന്ന് പറഞ്ഞു. കേറ്റിയിലട്ടവനെ നടന്നേ. ഇസ്മായിലേ, എവിടെ എത്തി? ഗേറ്റ്. ഈ 2 കിലോമീറ്റർ കേട്ടോ. ഈ ഗേറ്റ് അറിയുന്ന സ്ഥലം. ഇവിടേക്കാണ് നമ്മളെ ആളുകളൊക്കെ വണ്ടി കയറാൻ വരിക. ബസ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ആ സ്ഥലത്ത് എത്തിട്ടോ. ഇത് ഈ റോഡ് നേരാണ് പോയി കഴിഞ്ഞാൽ പന്തല്ലൂർ അറിയുന്ന സ്ഥലമാണ്. ഇപ്പം നമുക്ക് പോകേണ്ട സ്ഥലം ഈ റോഡാണ് കേട്ടോ. ഈ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ബിതിർക്കാട് മുക്കെട്ടി അറിയുന്ന സ്ഥലം. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കൊക്കെ ഷോർട്ടാട്ടോ. അപ്പം നടത്തത്തിന് വേഗത കൂട്ടുക കേട്ടോ. ഇപ്പം നമ്മൾ മെയിൻ റോട്ടിലെത്തി. ഇതാ മേലെ കണ്ടില്ല തേയിലത്തോട്ടം, താഴെ കവുങ്ങ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം കൊയങ്ങടാ ഇസ്മായിലേ. ആ പാവത്തിന്റെ നടത്തം കണ്ടോ, പറഞ്ഞു കുടുങ്ങിയ മാതിരിയാണ്. നോക്കാം, പറ്റ കൊയങ്ങിക്കണേ. പറ്റ ക്ഷീണിച്ചിക്കണേ നടന്ന്. ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു 3-3.5 കിലോമീറ്ററോളം എത്തിപ്പോ നടന്നിട്ട്. ഇനി
ബാക്കിയും കൂടി ഉണ്ട്. ഒരു 6 കിലോമീറ്ററോളം നടക്കാൻ ഇനിയും ഉണ്ട്. 3.5 കിലോമീറ്റർ ഇപ്പോൾ നടന്നെത്തി. ഒരുപാട് ആളുകൾ വണ്ടി നിർത്തിയിട്ട് കയറാൻ പറഞ്ഞിട്ടോ, ഞങ്ങൾ കയറിയില്ല. ഞാൻ അത് വാസിക്ക് കൊടുന്ന ആളല്ലേ ഇസ്മായിലിനെ കയറ്റാൻ വിട്ടിട്ടില്ല. ആ സിയാബ് മക്കത്തേക്ക് നമ്മള് വണ്ടി കൊണ്ടുവരാനാണ്, എൻ്റെ വണ്ടി കൊണ്ടുവരാൻ ഗുഡ്സ് കൊണ്ടുവരാനല്ലേ നടത്താട്ടോ. പറ്റ ക്ഷീണിതനായിക്കണ്ടോ ആ മുഖം നോക്കാം. അന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ട്. നോക്കാം ആ നടത്തത്തില് ആ ഊരന്റെ വെന്റണ്ട ഊര വളഞ്ഞിട്ടുണ്ട. അവിടുന്ന് വരുമ്പോഴൊക്കെ നീർന്നിട്ട് ഇപ്പൊ ഊര താഴേക്ക് വയ്ക്കണേ. ആ കുഴങ്ങിട്ടുള്ളൊരു പോക്കുണ്ടല്ലോ. ഇങ്ങനെ നടന്നേ ഇപ്പൊ ഒരു തങ്ങൾ പാപ്പ അയക്കണേ ഒരാള്. അനക്കറിയില്ലേ സിയാബേ? ഇപ്പൊ എന്തോ ഓനൊക്കെ പിന്നെ സിയാബിനൊക്കെ കാണണെങ്കിലേ പിടുത്തം വിട്ടു. ആ നടന്ന് ഏകദേശം 5 കിലോമീറ്ററോളം ആയിട്ടോ നടന്നിട്ട് മുക്കട്ടി അറിയുന്ന സ്ഥലത്ത് എത്താറായി. അപ്പോൾ ഒരു അടിപൊളി കാഴ്ച കാണിച്ചാറാ. ഒരു വീട്, ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊരു വീട് നോക്കാം. ബംഗ്ലാവിൻ്റെ കാഴ്ച കണ്ടപ്പോഴേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കൊച്ചു വീട്, ഒരു അടിപൊളി വീട് നോക്കാം. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നല്ല പഴയൊരു വീടാട്ടോ. ഏകദേശം 4 മണിയായിട്ടോ. ആ 4 മണി ടൈമിലേ എസ്റ്റേറ്റിൽ നിന്ന് ഈ തേയില ചപ്പൊക്കെ എടുത്തിട്ട് പണി കഴിഞ്ഞ് പോണ ആളുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളേ മെയിൻ റോഡിൻ്റെ അവിടെ എത്താനായിട്ടോ സുൽത്താൻ ബത്തേരിക്ക് പോണ റോഡും അതുപോലെ ഗൂഡല്ലൂർക്ക് പോണ റോഡും, ആ റോഡുകളെ ഞങ്ങൾ കാണിച്ചു തരാം. ഏതാ റോഡ് എന്ന്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി, വലത്ത് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ. ഒരുപാട് കെട്ടിടങ്ങളാട്ടോ ഈ സൈഡിലുള്ളത്. ഇപ്പം ഞങ്ങൾ നടന്നിപ്പോൾ എവിടെ എത്തി? ഇവിടെ മുക്കട്ടി കഴിഞ്ഞു. മുക്കട്ടി ഞങ്ങള് വിതിർക്കാട് എത്താനായി. അവിടെ വീരാക്ക അങ്ങോട്ട് തിരിച്ചു വരുന്നേ. വീരാക്ക ഞങ്ങളെ പാക്കണേന്ന് കയറ്റാൻ നിന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നടന്ന് മുക്കട്ടി എത്തി. ഞാൻ വരണോ? വേണ്ട ഞങ്ങൾ ഇതുവരെ നടന്നില്ല ഞങ്ങള്. എത്ര മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കും മാക്സിമം? നിങ്ങൾ തന്നെ പറഞ്ഞാണ്. ഞാനിപ്പോ ഒരു അരമണിക്കൂറായില്ലേ? അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ? വണ്ടി കൊണ്ട് പോകുകയാണ് 20 മിനിറ്റ് വേണ്ടേ? നടന്നിട്ട് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് എത്തിയില്ലേ? അതാണ്. എന്നാ ഞങ്ങൾ നടന്നിട്ട് പോട്ടെ. നടന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് നടന്ന് ബിതിർക്കാട് എത്തിട്ടോ. ബിതിർക്കാടത്തെ പെട്രോൾ പമ്പ്, ചർച്ച്, അതുപോലെ നമ്മളെ പള്ളി, അതുപോലെ ടൗണ്, ആ പരിസരങ്ങളാട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ഇസ്മായിലിൻ്റെ വണ്ടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ചായ വേണം പറഞ്ഞപ്പോൾ ചായയൊക്കെ വാങ്ങി കൊടുത്തിട്ടോ. പക്ഷെ പൈസയും കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ നടന്ന് സ്ഥലത്തെത്തിട്ടോ. ഇസ്മായിലിൻ്റെ വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ ഇതാ വണ്ടിൻ്റെ പരിസരത്തെത്തി. ഇതാകണം ഇസ്മായിലിൻ്റെ വണ്ടിക്കണേ. അപ്പോൾ നടന്ന് ഇവിടെ എത്തി. ഇസ്മായിലിൻ്റെ വണ്ടി പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഇതവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാക്കടന്ന് നടന്ന് ഇവിടെ എത്തിയത്. എന്നാ പോട്ടെ. ഇസ്മായിലിൻ്റെ വണ്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതെങ്ങനെ പോന്നുകൊണ്ട് കണ്ടോ. വരുമ്പോൾ നടന്നു വന്നു, പോകുമ്പോൾ ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ഇസ്മായിൽ ഇവിടെ ഓടുന്നുണ്ട്. നല്ല ഡ്രൈവറാട്ടോ, ഗുഡ്സ് ഡ്രൈവർ. ഇപ്പൊ നല്ല വൃത്തിയുണ്ട് ഈ വണ്ടി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്ലും മണലൊക്കെ കയറ്റി ഫുള്ള് പൈൻ്റ് കളയും. അല്ല പിന്നെ ഈ ഗുഡ്സില് പിന്നെ കല്ലും മണ്ണും അല്ലാതെ പിന്നെ സ്വർണം കയറ്റാൻ പറ്റില്ല. എന്താ